മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും നേരെ മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്താണ് വന്നിറങ്ങുന്നത്. അങ്ങനെ കമലേശ്വരത്ത് എത്തുന്ന മഞ്ജുവിനെ കാണുന്നതും ദുർഗയ്ക്കും കരുണയ്ക്കും സ്വാതിക്കും എല്ലാം ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും തുറച്ച് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരെ പോലെ അവകാശം എനിക്കും ഈ വീട്ടിലുണ്ടെന്ന് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്, ഇത് എൻ്റെ കണ്ണേട്ടൻ്റെ വീടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, നിന്നെ ഇപ്പോൾ അവൻ തേച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കുമെന്ന് കരുണ പറയുമ്പോഴേക്കും, എൻ്റെ സാഗരേട്ടൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല, എൻ്റെ സാഗരേട്ടൻ എന്നെ പൊന്നു പോലെയാണ് സ്നേഹിക്കുന്നതെന്നും നിൻ്റെ ഭർത്താവിനെ പോലെ കപട സ്നേഹമല്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം നിന്നെ സ്വാതിയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, നിൻ്റെ ആങ്ങളെയാണെങ്കിൽ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണല്ലോ, നീ ആ സമയം ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് പോടി എന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നു. മഞ്ജുവാണെങ്കിൽ ഉടനെ തന്നെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, നിങ്ങളുടെ എല്ലാം മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്നെല്ലാം ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. കണ്ണേട്ടനും ഏടത്തിയും അവർ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഇവളെ ഇവിടെ കൊണ്ട് നിർത്തേണ്ട ആവശ്യം എന്താണെന്നെല്ലാം ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗയെ പറയുന്നുണ്ട്, നിനക്കെന്ത് കാര്യം, അതെല്ലാം പറയാൻ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിൻ്റെ ആങ്ങളെ ഇനി ജീവിതത്തിലോട്ട് ഒരിക്കലും തിരിച്ചു വരില്ലടി, അവൻ്റെ ശല്യം ഇതോടുകൂടി എല്ലാവർക്കും തീരും, അതുകൊണ്ട് എനിക്ക് സമാധാനമായി അവൻ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഞ്ജു അവിടെ നിന്ന് പോകുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്നതാണ് കണ്ണനോടായിട്ട് ദുർഗ ചെന്ന് ചോദിക്കുന്നുണ്ട്, എടാ എങ്ങനെയുണ്ട് മേഘന്, അവൻ എന്താ സംഭവിച്ചതെന്നെല്ലാം പറയുമ്പോൾ കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വിശ്വസിക്കുന്ന തരത്തിൽ തന്നെയാണ് കണ്ണൻ പറഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ട്, അവന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കയറ്റിയിരിക്കുകയാണ്, അവൻ്റെ സ്ഥിതി വളരെ മോശമാണെന്നും അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പുരോഗതിയൊന്നും വരാനില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൻ എങ്ങനെയാണ് രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമേ അന്തിമവിധി തീരുമാനിക്കുകയുള്ളൂ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. എല്ലാവരും മനസ്സിന് വല്ലാത്ത ഒരു ദുഃഖം തന്നെ ഉണ്ടാകുന്നുണ്ട് മേഘൻ ഇങ്ങനെ സംഭവിച്ചതോർത്ത്. പക്ഷേ കണ്ണനാണെങ്കിൽ ആ ദുഃഖത്തോടു കൂടി തന്നെയാണ് അവരോട് ഇതെല്ലാം പറയുന്നത്. അത് കാരണം കണ്ണൻ പറയുന്നതാണെങ്കിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കൂട്ടത്തോടെ പ്രാർത്ഥിക്കാം, എന്നാൽ മാത്രമേ അവൻ്റെ ജീവനിനെ നിലനിൽക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് സ്വാതിയാണെങ്കിൽ വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. സ്വാതി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ കണ്ണേട്ട, എനിക്ക് ആരുമില്ലാതെ ആയിപ്പോകുമോ എന്നെല്ലാം പറയുമ്പോൾ ദുർഗയും വളരെയേറെ ദുഃഖിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, മോനെ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എൻ്റെ ഏട്ടനും ഏടത്തിക്കും അവനല്ലാതെ വേറൊരാളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുകയാണ് നമ്മുടെ ദുർഗ. പിന്നീട് മാർക്കോനെ കാണിക്കുകയാണ്. മാർക്കോയുടെ ആരോഗ്യസ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ടതുകൊണ്ട് മാർക്കോനെ ICUവിൽ നിന്നും റൂമിലോട്ട് കയറ്റാനായിട്ട് പോവുകയാണ്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയുമാണ് കാണിക്കുന്നത്. പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, ഏതായാലും അവനിപ്പോൾ ICUവിലല്ലേ, അവൻ്റെ ജീവൻ തന്നെ നിലനിർത്താനായിട്ട് വെന്റിലേറ്ററിലാണ് കിടത്തിയിരിക്കുന്നത്, എന്താണെങ്കിലും ഒരു കാര്യം അമ്മയോട് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് ചോദിക്കുകയാണ് അമ്മ. അല്ല, നമ്മളുടെ കരുണമോൾ അനുഭവിക്കേണ്ട സ്വത്ത് എന്തിനാണ് മേഘന അനുഭവിക്കുന്നത്, എനിക്കതാണ് എത്ര ആലോചിച്ച് മനസ്സിലാവാത്തത്. എൻ്റെ മോൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള സ്വത്താണത്, അതുകൊണ്ട് അവൻ ആ സ്വത്തിലാണ് കണ്ണു നട്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അവനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാലോ അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ് പ്രതാപൻ. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ, എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യടാ എന്ന് പറയുകയാണ്. അതേസമയം പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മോള് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണമ്മേ, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല, നമ്മൾക്കത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് മഹിയെ വിളിക്കുകയാണ് കണ്ണൻ. എന്നിട്ട് കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെയുള്ളവരെല്ലാം ഞാൻ പറഞ്ഞത് അതേപടി വിശ്വസിച്ചിരിക്കുകയാണെന്നും ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഇവരുടെ വേദവാക്യമെന്നെല്ലാം കണ്ണൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവനാണെങ്കിൽ ജീവനോടുകൂടി ഇനി ഈ ഭൂമിയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ അവരോടെല്ലാമായിട്ട് പറയും. ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട്, നമ്മൾ മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയോ കണ്ണേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകണം, അതിനു വേണ്ടിയാണ് ഇനി അടുത്ത ശ്രമം നടത്തേണ്ടതെന്നെല്ലാം പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. മഹിക്കാണെങ്കിൽ ആകെ ഒരു പേടിയുണ്ടാകുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടനോട് പറയുന്നുണ്ട്, കണ്ണേട്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നമുക്കൊരിക്കലും ഒരു ജീവൻ എടുക്കാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അല്ലാതെ ഒരു നിവൃത്തിയും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണ്. പിന്നീട് പിറ്റേ ദിവസമാണെങ്കിൽ കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ കാണാനായിട്ട് ICUവിലോട്ട് കയറുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ കണ്ണനെയാണെങ്കിൽ മനസ്സിലാകുന്നില്ല. അങ്ങനെ ആകെ ഒരു അബോധാവസ്ഥയിൽ തന്നെയാണ് മേഘനാഥൻ.
പിന്നീട് കണ്ണനാണെങ്കിൽ മേഘ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മേഘനാണെങ്കിൽ യാതൊരുവിധ റിയാക്ഷനും ഇല്ലാതെ തന്നെ കിടക്കുകയാണ്. മേഘൻ്റെ നിലയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മേഘന ഇനി ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്നുള്ള സത്യം കണ്ണൻ അവിടെ വെച്ച് തന്നെ അറിയുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.